ഹലോ ഗായ്സ്, ഇപ്പോൾ ഇന്നത്തെ ഇഫ്താറിന് നമ്മൾ ഇപ്പോൾ ട്രെൻഡിങ് ആയി പൊയ്ക്കൊണ്ടിരിക്കുന്ന കൂന്തൽ നിറച്ചതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കൂന്തൽ ഇതേപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെക്കണേ. പുറമേയുള്ള ആ സ്കിന്നൊക്കെ മാറ്റി അതിൻ്റെ തലയൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഞാനിവിടെ അത് കൂട്ടത്തിൽ നിന്നും വലിയ ഒരു 10 കൂന്തലിനെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ തുമ്പ് ഭാഗം പൊട്ടിപ്പോകരുത്, കാരണം നമുക്ക് ഇതിലൊരു ഫില്ലിങ് വെക്കാനുള്ളതാണ്. പിന്നെ ക്ലീൻ ചെയ്യുമ്പോൾ ഇതിനകത്തേക്കുള്ളത് ഇതേപോലെ ഒരു ഫിംഗർ ഇട്ടിട്ട് ക്ലീൻ ആക്കണം കേട്ടോ. അപ്പോഴത്തേന് അകത്തുള്ള അഴുക്കെല്ലാം പൊക്കോളും. ഞാനിവിടെ ക്ലീൻ ചെയ്തപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വിനീഗറും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂട്ടത്തിൽ വലിയ സൈസ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഇനി അതിനകത്തേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു ഫില്ലിങ് 2 സെക്ഷനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം ഒരു ഫില്ലിങ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കുക. ഇനി ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വളരെ നേരത്ത് നമ്മൾ കൊത്തി അരിയുക എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. അതിനകത്ത് കുറച്ച് ഫില്ലിങ് നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനിവിടെ ഒരു ചെറിയ സൈസിൻ്റെ അവിടെ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതിന് നമ്മളൊന്ന് വാട്ടിയെടുക്കണം. ഒരുപാട് അങ്ങ് വഴട്ടിയെടുക്കേണ്ട കാര്യമില്ല. ഒരു ചെറിയ രീതിയിലൊന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് 2 പച്ചമുളക് കേട്ടോ. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാം. ഇനി അതെല്ലാം കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ ഇട്ടോളൂ, 2 3 ഒക്കെ ഇട്ടോളൂ. ഞാനിവിടെ 2 എണ്ണം മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി അതൊന്ന് വാടി വരുമ്പോഴേക്കാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ കൂന്തൽ ഞാൻ കുറച്ചതിനകത്ത് ഫില്ലിങ് നമുക്ക് കുറച്ച് കൂന്തൽ വേണം. അപ്പം ഞാൻ ബാക്കി കൂന്തൽ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് റോസ്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിനകത്ത് കൂട്ടത്തിൽ കുറച്ച് വലിയ പീസ് ഇതേപോലെ വലിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മോൾ ഭാഗം ഞാനിവിടെ തല വെച്ചിട്ടല്ല അടയ്ക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള പീസ് വെച്ചിട്ട് നമുക്ക് അടയ്ക്കാനായിട്ട് പറ്റും. ഇനി ഇതേപോലെ നന്നായിട്ട് വഴണ്ട് വരുമ്പോഴേക്കും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഒന്നും കൂടി ഒന്ന് വാട്ടിയെടുക്കുക. പിന്നെ ജിഞ്ചർ ഗാർലിക്കൊക്കെ ഇടുന്നവർക്ക് ഇടാം. ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ച് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഒരല്പം മുളക് പൊടിയൊക്കെ എരിവിന് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇനി അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കണേ. ഇനി മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഈ തേങ്ങ എന്ന് പറയുന്നത്. തേങ്ങയാണ് ഇതിനകത്ത് ശരിക്കും ആ ഒരു ടേസ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഒരു 2 3 സ്പൂണ് തേങ്ങ ഇതേപോലെ ഇട്ട് കൊടുക്കാം. തേങ്ങ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. തേങ്ങ ഇടുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഫ്രീസറിൽ വെച്ചേക്കുന്ന തേങ്ങ വന്നിട്ട് കട്ടിയായിട്ട് ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ഉടച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും തന്നെ മതി. ഈ ഫില്ലിങ് തന്നെ അതിനകത്തേക്ക് ധാരാളമാണ് കേട്ടോ. ഒരു 10 കണവയ്ക്കൊക്കെ ഇത് തന്നെ മതി. അങ്ങനെ ഇതൊന്ന് വാട്ടിയെടുക്കുക. ഒരുപാട് അങ്ങ് ഇതാവേണ്ട കാര്യമില്ല കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി അതിനകത്തേക്ക് നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 2 3 പീസ് കണവയുടെ ഒരു പീസ് ഇട്ട് കൊടുക്കുക. കാരണം ആ ഒരു ഫില്ലിങ്ങിന് ആ ഒരു ഫ്ലേവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അത് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ. കണവ ആയതുകൊണ്ട് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരു 5 മിനിറ്റൊക്കെ മതി. ഒരുപാട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു റബ്ബർ പോലെ ആയിപ്പോവും. അപ്പോൾ അത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് തന്നെ ധാരാളമാണ്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി ഇത് തണുത്തതിന് ശേഷം നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കുവാണ്. അപ്പം നമ്മൾ ആ കണവ എടുത്തിട്ട് ഇതേപോലെ അതിൻ്റെ മോൾ ഭാഗത്ത് കുറച്ച് മാത്രം നമ്മൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യരുത്. കാരണം ഇത് നമ്മൾ ആവി കയറ്റുമ്പോഴേക്കും ഇത് വീർത്ത് വരും. അതുകൊണ്ട് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് മാത്രം, ഒരു 1/4 ഭാഗത്തോളം മാത്രം ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് അതിനെ ക്ലോസ് ചെയ്യാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ളൊരു ഗ്രേവി തയ്യാറാക്കണം. അതിന് നമ്മൾ ഒരു 1/2 തക്കാളി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മസാലപ്പൊടി ഇട്ടിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി വേണമെങ്കിൽ ഇട്ടോളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഗ്രേവി റോസ്റ്റ് ആക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് മസാലപ്പൊടി, കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നമ്മൾ കണവ ഇതേപോലെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഞാൻ എൻ്റെ മോൾ ഭാഗം അടച്ചിട്ടുണ്ട്. ഇനി വെറുതെ വേണമെങ്കിൽ ഇതങ്ങ് ക്ലോസ് ചെയ്ത് വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ഇതേപോലെ ഇഡലി കുട്ടത്തിൽ വെച്ച് നമ്മളൊന്ന് ആവി ഈറ്റിയെടുക്കണം. ഇപ്പോൾ ആ കണവയിലുള്ള വെള്ളമൊക്കെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരെണ്ണം പോലും നമുക്ക് പൊട്ടാതെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഗ്രേവിയിലേക്ക് ഇടുവാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ആ ഒരു ഗ്രേവിയുടെ കൂട്ടിട്ട് കൊടുക്കുക.
എന്നിട്ട് ഒരു 5 തൊട്ട് ഒരു 7 മിനിറ്റ് വരെ നമ്മൾ നന്നായിട്ട് അതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിൻ്റെ പച്ച മണമൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട്. മിക്സിയിൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത സമയത്ത് ഉപ്പിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ ഗ്രൈൻഡ് ചെയ്തപ്പോൾ ഉപ്പിട്ടിട്ടില്ലായിരുന്നു, ഞാൻ ഇവിടെയാണ് കേട്ടോ ഉപ്പിട്ട് കൊടുത്തത്. ഇനി നന്നായിട്ട് ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് ഇത് കുക്ക് ആകുമ്പോഴത്തേനും ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും അതിൻ്റെ ഒരു എണ്ണമയമൊക്കെ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞ് വരും. ആ ഒരു ടൈമിൽ വേണം നമ്മൾ അതിൻ്റെ കൂന്തൽ ഇട്ട് കൊടുക്കാനായിട്ട്. കാരണം ഓൾറെഡി നമ്മുടെ കൂന്തൽ കുക്ക്ഡ് ആണ്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഒരുപാട് നേരം ഇടാൻ പറ്റില്ല, അത് റബ്ബർ പോലെ ആയി പോവും. അപ്പം നമ്മൾ ഈ ഒരു ഗ്രേവി നന്നായിട്ട് ഒന്ന് കുറുകി വരുമ്പോഴേക്കും ആ എണ്ണമയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്ന് അതിൻ്റെ പച്ച മണമൊക്കെ മാറുമ്പോഴേക്കും നമ്മൾ ആവി കയറ്റി വെച്ചിരിക്കുന്ന കൂന്തൽ ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഓരോ കൂന്തലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. കൂന്തൽ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ ടൂത്ത് പിക്കിൻ്റെ ആ ഒരു ഭാഗം ചെറുതാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു ടൂത്ത് പിക്ക് തന്നെ 2 ആക്കി ഞാൻ മുറിച്ചിട്ടാണ് അതിൻ്റെ മുകൾ ഭാഗം ക്ലോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് ഞാനിപ്പോൾ വെറുതെ ക്ലോസ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വളരെ പതുക്കെ വേണം ഇളക്കി കൊടുക്കാൻ, കാരണം ചിലപ്പോൾ ഇത് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ നമ്മുടെ ആ ഒരു അകത്തുള്ള ഫില്ലിംഗ് ഒക്കെ പുറത്ത് വരും. അതുകൊണ്ട് നമ്മൾ പതുക്കെ വേണം ഇളക്കി കൊടുക്കാൻ. ഇതേപോലെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അത്രയും തന്നെ മതിയാവും. ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കുന്നത് വരെ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആവണം കേട്ടോ. ഈ അരപ്പിൻ്റെ കളർ ഒന്ന് കുറച്ചും കൂടി ഡാർക്ക് ആകുന്നവരെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് വഴറ്റി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്നതായി ഇപ്പോൾ കണ്ടു, ഒട്ടും വെള്ളമയം ഇല്ലാതെ ആ ഒരു ഗ്രേവി ഫുള്ളായിട്ട് ആ കൂന്തലിന് പൊതിഞ്ഞിരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ആകെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്നത് ഈ ഒരു കൂന്തലിനകത്തേക്ക് നമ്മളിത് ഫില്ല് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. അതിന് നമുക്കൊരു സ്പൂണൊന്നും എടുക്കാതെ കൈ വെച്ച് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ ചിലവർ ഇതിനെ മുകളിൽ തലയൊക്കെ വെച്ചിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഇതിൻ്റെ തന്നെ പീസ് വെച്ചിട്ടും ക്ലോസ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഇത് തന്നെയായിട്ടും ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതിനകത്ത് ആ ഫില്ലിംഗ് ഒക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.